നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 398 398. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 398. ചതുർത്ഥ സ്കന്ധത്തിലെ 20-ാം അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. മന്യേ ഗിരം തേ ജഗതാം വിമോഹിനീം വരം വൃണീഷേതി ഭജന്തമാധയത് വാചാനുതന്ധ്യായതി തേജനോ അസിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതാം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഭജിക്കുന്ന എന്നോട് വരം വരിച്ചാലും എന്ന് പറഞ്ഞത് യാതൊന്നോ അങ്ങയുടെ വാക്കിനെ ലോകങ്ങളെ മോഹിപ്പിക്കുന്നതായിട്ട്, അതായത് മായ വിചാരിക്കുന്നു. അങ്ങയുടെ വാക്കാകുന്ന കയറിനാൽ ജനം ബന്ധിക്കപ്പെട്ടില്ലെങ്കിൽ മോഹത്തെ പ്രാപിച്ചിട്ട് കർമ്മം എങ്ങനെ ചെയ്യും? ഭഗവാൻ വരം വേണോ ചോദിച്ചാൽ കാറും കോപ്പും വേണോ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ആന വേണം, ഇത്ര തേര് വേണം, അപ്പോഴും മോക്ഷം ചോദിക്കില്ല. അതാണ് പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം. അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ശരിക്കുള്ള കള്ളി മനസ്സിലാവുള്ളൂ. വരം വരിച്ചാലും എന്ന് ഭഗവാൻ അരുളി ചെയ്തതിൻ്റെ അസഹ്യമായ, സഹിക്കാൻ സാധിക്കാത്തതായ ദുഃഖം ഉണ്ടെന്നുകൂടെ സൂചിപ്പിക്കുന്ന വിധത്തിൽ അതിനു മറുപടി പറയുന്നു. ഭഗവാനോട് മറുപടി പറഞ്ഞത്, ഭഗവാൻ എന്നെ മോഹിപ്പിക്കുകയാണ്. ഇതാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും പറഞ്ഞ് മനസ്സിലാവേണ്ടത്. അപ്പോൾ ഹേ ഭഗവൻ, നിന്തിരുവടിയെ ഭജിക്കുന്ന എന്നോട് ഭജനത്തിൻ്റെ ഫലമായിട്ട് ആഗ്രഹമുള്ള വരത്തെ അങ്ങയിൽ നിന്ന് വരിപ്പാൻ അരുളി ചെയ്തത് ലോകത്തിലുള്ള വിഷയാസക്തന്മാരെ മോഹിപ്പിക്കുവാൻ. ഇപ്പം ഞാൻ ഒരു 20 മിനിറ്റ് മുമ്പേ ഞാൻ എൻ്റെ വൈഫായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കണത്? 5 കൊല്ലമായി ഭാഗവതം അതായത് നാരായണ ജപ മഹാത്മ്യമായിട്ടും ശ്രീകൃഷ്ണ കഥാമൃതമായിട്ടും ഇപ്പം മൂലം ഭാഗവതമായിട്ടും ഞാൻ എത്ര പറയുന്നുണ്ട്? 3400 പ്രഭാഷണമുണ്ട്. ഏതോ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ ഒരു ഭാഗവതത്തിലത്തെ ഒരു കഥ മസാല കൂട്ടി പറയണു, അയാൾ ലക്ഷങ്ങൾ സമ്പാദിക്കണു, അല്ലെങ്കിൽ ലക്ഷങ്ങൾ എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സ് വരണു, ലക്ഷങ്ങൾ മോണിറ്റൈസേഷനിൽ നടക്കണു. അപ്പോൾ ചോദ്യം എൻ്റേതാണ്, ആൻസർ എൻ്റേതാണ്. ഒന്ന്, ഭാഗവതം പഠിച്ച് അതിൻ്റെ അനുഭവരസം അനുഭവിക്കുന്ന എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും ഭഗവാൻ ആജീവനാന്തം എൻ്റെ കുട്ടികളെ വേണ്ടത്ര ഉയരത്തിലെത്തിച്ചു. അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താ ഉള്ളത്? ഭാഗ്യക്കുറി കിട്ടിയവരൊക്കെ വളരെ മോശമായിട്ടാണ് മരിച്ചു പോയിട്ടുള്ളത്. കാരണം എന്താ? ആ കിട്ടിയത് സാട്ടുപൂട്ട് തഞ്ചാവൂർ പറഞ്ഞിട്ട് ചിലവാക്കും. തുടങ്ങി വെച്ച ജോലികളെ മുഴുമിക്കാൻ സാധിക്കാതെ കണ്ട്. ഞാൻ അങ്ങനെയല്ല. ഒന്നുമില്ലാത്ത സമയത്തും അച്ഛനമ്മമാരെ നോക്കിയിട്ടും അവർ പറയുമ്പോൾ ഒക്കെ നാട്ടിൽ വന്നിട്ടും അങ്ങനെ ഒരു ആദർശം എനിക്കുണ്ടായിട്ടുണ്ട്. ആ ആദർശം നശിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാവും ഭഗവാൻ കൂടുതൽ സമ്പത്ത് തരാത്തത്. വിദ്യയാകുന്ന സമ്പത്ത് എനിക്ക് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ ഓരോ ശ്ലോകങ്ങൾ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ദൃഢനിശ്ചയം വരികയാണ്, അനർഹമായ കാശ് വേണ്ട. അതാ പറഞ്ഞത്. അപ്പോൾ ലോകത്തിലുള്ള വിഷയാസക്തന്മാരെ മോഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ്. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റായിട്ട് വേറൊരു കാര്യമില്ല.
അപ്പോൾ സമ്പത്ത് വന്നാൽ വിഷയാസക്തന്മാരാവുന്നുള്ളത് ഉറപ്പായി. കണ്ടുവരുന്നതും അങ്ങനെ തന്നെയാണ്. എന്നിട്ടോ എന്തുകൊണ്ടെന്നാൽ നിന്തുരുവടിയുടെ വാഗ്രൂപമായ കയറിനാൽ ബന്ധിക്കപ്പെടാതിരുന്നാൽ വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്ന ജനം പിന്നെ കർമ്മം ചെയ്യുവാൻ അവസരമില്ല, അതായത് സത്കർമ്മം ചെയ്യില്ല. പിന്നെ അഹോ, അങ്ങയുടെ വാക്കിൻ്റെ ജഗന്മോഹന ചാതുര്യം അതിശയിക്കത്തക്ക വിധ തന്നെ, അതായത് ജനങ്ങളെ മോഹിപ്പിക്കുന്നതിനുള്ള കഴിവ് അങ്ങയുടെ വളരെ വലുതാണ്. ഇതിൻ്റെ സാരം അല്പം കൂടെ സ്പഷ്ടമാക്കാം. എങ്ങനെ? ഇന്ന വിധമായ കർമ്മം ചെയ്താൽ ഇന്ന ഫലം സിദ്ധിക്കും എന്നുറപ്പിക്കുന്ന വേദവാക്യം കർമ്മകാണ്ഡത്തിൽ കാണുന്നുണ്ട്. പക്ഷേ അത് മോക്ഷത്തിന് എളുപ്പമല്ല. അതാണ് പറഞ്ഞത്, ആ വാക്കിനാൽ മോഹിതന്മാരായിട്ട് ജനം കർമ്മം ചെയ്യുന്നു. അപ്പം ലക്ഷ്യം നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞത് മറന്നു. എന്നിട്ട് പറയുന്നു ആ കർമ്മത്തിനുള്ള ഫലം അനുഭവിക്കുകയും ചെയ്യുന്നു, വീണ്ടും സംസാരത്തിൽ പതിപ്പാൻ ഇടവരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾക്ക് നോട്ട് ചെയ്യണം. കാരണം എന്താ, എല്ലാവരും അബദ്ധത്തിൽ പോയി ചാടുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. 404 30ാമത്തെ ശ്ലോകം കൂടി മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഒട്ടിക്കട്ടെ. ഇങ്ങനെ ഭഗവാന്റെ വേദസ്വരൂപമായ വാക്കാകുന്ന കയർ ജനങ്ങളെ സംസാരത്തോടുകൂടെ ഉറപ്പായി ബന്ധിക്കുന്നു. നിന്തിരുവടിയെ ഭജിച്ചതിൻ്റെ ഫലമായിട്ട് വരം വരിപ്പാൻ എന്നോട് അരുളി ചെയ്തത് എന്നെയും മോഹിപ്പിക്കുവാനാണെങ്കിൽ ഭക്തവത്സലനായ നിന്തിരുവടി എന്നെ സംസാര ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു പകരം അതോടുകൂടെ മുറുകെ കെട്ടുവാനല്ലയോ ഭാവിക്കുന്നത്? എന്നെ ആ വിധം മോഹിപ്പിക്കാതിരിക്കണം. കർമ്മകാണ്ഡം സംസാര വിഷയ സുഖാനുഭവങ്ങളിൽ ആഗ്രഹിക്കുന്ന മധ്യമാധികാര വിഷയമാണ്. മധ്യമാധികാരി അതായത് ഉത്തമല്ല, മധ്യമം തന്നെയാണ്. ഉത്തമാധികാര വിഷയം ജ്ഞാനകാന്ഡം പൂർവപക്ഷം, കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം സിദ്ധാന്തപക്ഷം എന്നിവ സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 31ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ത്വന്മായയാധാജനൈഷഖണ്ഡിതോ യദന്യദാശാസ്തഹൃദാത്മനോ അബുധ യഥാചരേത് ബാലഹിതം പിതാ സ്വയം തഥാ ത്വമേവാർഹസി ന സമീഹിതും. യാതൊന്ന് ഹേതുവായിട്ട് സത്യാത്മാവായിരിക്കുന്ന അങ്ങയിൽ നിന്നും അന്യമായതിനെ ആഗ്രഹിക്കുന്നുവോ? അതായത് അന്യമായത് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതെന്നർത്ഥം. ഭഗവാനെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അറിവില്ലാത്ത ജനം നിന്തിരുവടിയുടെ മായയാൽ ഖണ്ഡിക്കപ്പെട്ടവനാകുന്നു. നിശ്ചയം, ഹേ ഈശ്വര, അച്ഛൻ ബാലൻ്റെ ഹിതത്തെ സ്വയം ഏതുവിധം സ്വയമായിട്ട് അനുസരിക്കുന്നുവോ? അച്ഛൻ ബാലൻ്റെ ഹിതം ആദ്യം പറഞ്ഞാൽ കേൾക്കും, പിന്നെ അച്ഛൻ്റെ ഹിതം ബാലൻ കേൾക്കുന്നുണ്ടോ? ഇല്ല. അത് അപ്രകാരം അങ്ങ് നിന്തിരുവടി തന്നെ ഞങ്ങളുടെ നേരെ പ്രവർത്തിപ്പാനായി കൊണ്ട് അർഹിക്കുന്നു. മുഴുവനായിട്ടുണ്ടാവില്ല, എനിക്കറിയാം. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ മനസ്സിലാവും. എൻ്റെ വാക്ക് മോഹജനകമാണെന്നാലോചിച്ച് പ്രവർത്തിക്കുന്നതിന് വിരോധമില്ലാത്തതിനാൽ ബുദ്ധിമാന്മാരായ മനുഷ്യർക്ക് സംസാരത്തിൽ നിന്ന് മുക്തന്മാരാകുന്നതിന് തടസ്സമെന്തിരിക്കുന്നു എന്നുള്ള ശങ്കയെ പരിഹരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കണത്? അല്ലയോ ഈശ്വര, സാമാന്യമായ ബുദ്ധിശക്തി കൊണ്ട് അതിക്രമിക്കുവാൻ കഴിയാത്ത വിധം അത്ര ശക്തിയോടുകൂടിയ നിന്തിരുവടിയുടെ മായാശക്തി നിമിത്തം, എളുപ്പമുള്ള കാര്യമില്ല ഭഗവാന്റെ മായയെ തരണം ചെയ്യാന്നുള്ളത്. ഇതേമാതിരി പൃഥുചക്രവർത്തിയെ പോലുള്ളവർക്കേ സാധിക്കുന്നുള്ളൂ. അപ്പോൾ പറയുന്നു, ആ നിമിത്തം ആത്മസ്വരൂപത്തെ അറിയാതെയിരിക്കുന്ന ജനം സത്യാത്മാവായിരിക്കുന്ന അങ്ങയിൽ നിന്ന് അന്യമായിരിക്കുന്ന വിഷയാദികളെ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവർ
ഭേദബുദ്ധിയുള്ളവരായിരിക്കുന്നുവെന്നതിൽ ശങ്കിപ്പാൻ അവകാശമില്ലല്ലോ. ഭേദബുദ്ധി വന്നാൽ നാശം ഫലം. അതുകൊണ്ട് ഭക്തവത്സലനായ നിന്തുരുവടി പുത്രഹിതത്തെ പിതാവ് സ്വയമേവ പ്രവർത്തിക്കുന്നത് പോലെ പാതാരവിന്ദത്തെ ആശ്രയിക്കുന്ന ഞങ്ങളുടെ നേരെയും, അതായത് ഞങ്ങൾക്ക് ശരിയായിട്ട് എന്ത് വേണം അത് മാത്രം തന്നാൽ മതി, മായാമോഹത്തിൽ അലട്ടരുത്. അപ്പോൾ പ്രവർത്തിവൻ അർഹനാകുന്നു. അറിവില്ലായ്മ നിമിത്തം വിഷയത്തെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ആ ആഗ്രഹത്തെയും നശിപ്പിച്ച് ഞങ്ങളെ സംസാര ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കരുണയുണ്ടാവണം എന്ന് താല്പര്യം. ഇപ്പം കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോ എനിക്കറിയില്ല. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. മൈത്രേയ ഉവാച 32 ഇത്യാദിരാജേന നുദസ്സ വിശ്വദൃക് തം ആഹരാജൻ മയി ഭക്തിരസ്തുതേ ദിഷ്ടേ ദൃശി ധീർമയിതേ കൃതായയാ മായാം മദീയാം തരതി സ്മ ദുസ്ത്യജാം. ഇപ്രകാരം ആദിരാജനാൽ സ്തുതിക്കപ്പെട്ട ആ വിശ്വസാക്ഷി ഭഗവാൻ ആരാ? ഒരാളുടെ സാക്ഷിയല്ല, വിശ്വത്തിൻ്റെ സാക്ഷിയാണ്. അവനോട് പറഞ്ഞു, ഹേ രാജാവേ, അങ്ങയ്ക്ക് എന്നിൽ ഭക്തി ഉണ്ടാകട്ടെ. എന്നിൽ ഈ വിധം ബുദ്ധി ഉള്ളവർ കമ്മിയാന്നാ പറഞ്ഞതേ. എന്നിൽ ഈ വിധം ബുദ്ധി അങ്ങയാൽ ചെയ്യപ്പെട്ടത് ഭദ്രം, യാതൊന്നിനാൽ ഉപേക്ഷിപ്പാൻ പ്രയാസമുള്ളതായ എന്നെ സംബന്ധിച്ച മായയെ കടന്നിരിക്കുന്നു. അങ്ങ് എൻ്റെ മായയെ കടന്നിരിക്കുന്നു എന്നർത്ഥം. അതായത് വരം ചോദിച്ചോളെന്ന് പറഞ്ഞാൽ അതിൽ വീഴരുത് നമ്മളെ. എനിക്ക് വരം വേണ്ട, എനിക്ക് മോക്ഷം മതി, അല്ലെങ്കിൽ സംശുദ്ധമായ ഭക്തി മതി എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇനി അതിൻ്റെ വാക്കാർത്ഥാണ് പറഞ്ഞത്, അല്ല ഭാവാർത്ഥാണ് പറഞ്ഞത്. മൈത്രേയർ പറഞ്ഞു, ആദിരാജാവായ പൃഥുവിനാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ട സർവന്തര്യാമിയായ ആ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഹേ രാജൻ, അങ്ങ് ആഗ്രഹിച്ച വിധം എന്നിൽ നിരന്തരമായ ഭക്തി അങ്ങയ്ക്ക് ഉണ്ടാകട്ടെ. നോക്കൂ, ആ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഹേ രാജൻ, അങ്ങ് ആഗ്രഹിച്ച വിധം എന്നിൽ നിരന്തരമായ ഭക്തി ഉണ്ടാകട്ടെ. പ്രജാപരിപാലനം എൻ്റെ ആരാധനാരൂപേണ ആചരിക്കേണ്ടത് അങ്ങയുടെ സ്വധർമ്മവുമാകുന്നു. അങ്ങയുടെ ബുദ്ധിവൃത്തി സകല വിഷയസുഖങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞിട്ട് എന്നിൽ ഈ വിധം ഉറച്ചത് മംഗളഹേതുകം തന്നെ എന്ന് പറഞ്ഞെന്താ അർത്ഥം? അങ്ങയ്ക്ക് ആവശ്യം ഉള്ളത് തന്നെയാണെന്ന്. അങ്ങ് ആവശ്യമുള്ളതിൻ്റെ കാര്യം നടന്നു. അങ്ങയ്ക്ക് ആവശ്യം മായയിൽ കുടുങ്ങാതെയിരിക്കാന്നല്ല. അങ്ങ് മായയിൽ കുടുങ്ങിയിട്ടില്ല, മായയെ തരണം ചെയ്തു എന്ന് ഭഗവാനാണ് പറഞ്ഞത്. അതാണ് അതിൻ്റെ എന്താണെന്നാ പറയുക, ഇൻട്രിക്കേറ്റ് പോയിന്റ്, സബ്ജക്റ്റ്. ഈ മാതിരി ഭക്തിയാൽ എൻ്റെ ദുസ്ത്യജമായ, അതായത് ദുസ്ത്യജം എന്ന് പറഞ്ഞാൽ തരണം ചെയ്യാൻ പറ്റാത്തത്, മായയെ ഭക്തന്മാർ സഞ്ചരിക്കുന്നു. മായാസന്തരണത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഭക്തി തന്നെ പരമോപായം. അവിടെ നമ്മൾ രക്ഷപ്പെട്ടു. ഭക്തി ഈ സംഗതിയെ ഏകാദശ സ്കന്ധത്തിൽ പ്രബുദ്ധൻ എന്ന യോഗീശ്വരൻ വിസ്തരിക്കുന്നുണ്ട്. 33 തത്വം ഗുരുമയ ആദിഷ്ടം അപ്രമത്ത പ്രജാപതേ മത് ആദേശകരോ ലോക സർവത്രാപ്നോതി ശോഭനം. അതിൻ്റെ വാക്കാർത്ഥം പറയുന്നത്, അത് ഹേതുവായിട്ട്, ഏതു ഹേതുവായിട്ട്? ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാന്റെ മായയെ തരണം ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഭക്തിജ്ഞാന വൈരാഗ്യം തന്നെ പറഞ്ഞിട്ടോ. ഭക്തി എന്ന് പറഞ്ഞാൽ അതിൽ ഒതുങ്ങിയത്. അഹേതുവായിട്ട് പ്രജാപാലക സാവധാനമായിട്ട്, സാവധാനമായിട്ട് എന്നാൽ ആദേശിക്കപ്പെട്ടതിനെ ചെയ്താലും, എന്താണത്? എൻ്റെ ആജ്ഞയെ അനുഷ്ഠിക്കുന്ന സർവ പ്രാണിവർഗം, ഏതേത് ജീവജാലങ്ങളാണോ അവരൊക്കെ എല്ലാ ദിക്കിലും മംഗളത്തെ പ്രാപിക്കുന്നു എന്നാണ്. അതായത് ഭഗവാന്റെ ആദേശത്തെ
കേൾക്കുന്നവരൊക്കെ രക്ഷപ്പെടും. ഭഗവാന്റെ ആദേശം എന്താണെന്ന് അറിയാത്തവർക്ക് ഒരു രക്ഷയില്ല. എന്തുണ്ടായിട്ടും കാര്യമില്ല. എത്ര സമ്പത്തുണ്ടായാലും അവർക്ക് ശാന്തി സമാധാനം ഉണ്ടാവില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ഹേ പ്രജാപതേ, പ്രജകളെ പരിപാലിക്കുവാൻ അധികാരിയായ അങ്ങ് എൻ്റെ ആജ്ഞയെ അനുസരിച്ച് ഉത്തമ മധ്യമ അധമന്മാരിൽ സമഭാവനയോടുകൂടെ ശ്രദ്ധാപൂർവം രാജ്യത്തെ ഭരിക്കണം. പ്രജകൾ ഉത്തമന്മാരാവാം, മധ്യമന്മാരാവാം, അധമന്മാരാവാം. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ അങ്ങയുടെ വിഹിത ധർമ്മം. എൻ്റെ ആജ്ഞാരൂപമായ വേദപ്രമാണത്തെ അനുസരിച്ച് നടക്കുന്ന സകല പ്രാണിവർഗം ഇഹത്തിലും പരത്തിലും മോക്ഷത്തെ പ്രാപിക്കുന്നു, ഇവിടെയും അവിടെയും. ഇനി അടുത്തത് മൈത്രേയ വാച 34. ഇപ്പോൾ ഇവിടെ 32ലെയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. 32, 33. ഇതി വൈനസ്യരാജർഷേ, ഇങ്ങനെ വേനന്റെ മകനായിരിക്കുന്ന പൃഥുമഹർഷി രാജർഷേ പ്രതിനന്ദ്യാർത്ഥവദ്വജാം, ഭഗവാന്റെ വാക്കുകളെ പ്രതിനന്ദിച്ചു. പൂജിതോ അനുഗ്രഹീത്വേനം ഗന്ധം ചക്രേ അച്യുതോ മതിം, അച്യുതൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലെന്ന് അർത്ഥം പറയണതിന്. രാജർഷിയായ പൃഥുവിൻ്റെ പുരുഷാർത്ഥ സാധകമായ വചസ്സിനെ ഇപ്രകാരം പ്രതിനന്ദിച്ചിട്ട് പൂജിക്കപ്പെട്ട ഭഗവാൻ ഇവനെ അനുഗ്രഹിച്ചിട്ട് പോകുവാൻ ഭാവിച്ചു. ഇപ്പോഴാണ് പോവാൻ ഭാവിച്ചുള്ളൂ. ഇതിന് മുമ്പ് പോവാൻ ഭാവിച്ചു പോയില്ല, അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നിന്നു എന്നർത്ഥം. അപ്പം മൈത്രേയൻ പറഞ്ഞു, അതിൻ്റെ ഭാവാർത്ഥം വരണം. രാജാവായിരുന്നിട്ടും ഋഷിയെപ്പോലെ വിഷയവിരക്തനും ഭക്തനുമായ പൃഥുചക്രവർത്തിയുടെ പുരുഷാർത്ഥപ്രാപ്തി മാർഗത്തെ ലോകത്തിന് കാട്ടിക്കൊടുപ്പാൻ ഉപകരിക്കുന്ന വാക്കിനെക്കുറിച്ച് അഭിനന്ദിച്ച ഭഗവാനെ പൃഥു സ്വസ്ത്ര നമസ്കാരാദികളാൽ പിന്നെയും പൂജിച്ചു. ഭഗവാൻ പൃഥു ചക്രവർത്തിയെ അനുഗ്രഹിച്ചിട്ട് പോകുവാൻ ഒരുങ്ങി എന്ന് പറഞ്ഞു. ഇനി 35, 36 ശ്ലോകം ഒപ്പം പോകും. ഈ 2 പേര് ശ്ലോകമാണ്. ദേവർഷി പിതൃഗന്ധർവ സിദ്ധചാരണ പന്നഗാഹ കിന്നര അപ്സരസോ മർത്യ ഗഘാ ഭൂതാന്യനേകശാം യജ്ഞേശ്വരധിയ രാജ്ഞ വാഗ്വിത്താഞ്ജലി ഭക്തിദാ സഭാജിതായു സർവേ വൈകുണ്ഠാനുഗതാസ്തദാ. അതിൻ്റെ വാക്കാർത്ഥാണ് പറഞ്ഞത്. ദേവന്മാര്, ഋഷികള്, പിതൃക്കള്, ഗന്ധർവന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര്, പന്നകങ്ങള്, കിന്നരന്മാര്, അപ്സരസുകള്, മനുഷ്യര്, പക്ഷികള്, പ്രാണിവർഗങ്ങള്, അനേകങ്ങൾ, ഇവരെയെല്ലാം ഈശ്വരാംശഭൂതന്മാരായിരിക്കുന്ന രാജാവ് സ്വസ്ത്രവാക്കുകൾ കൊണ്ടും അന്നവസ്ത്രാദികൾ കൊണ്ടും യഥോചിതം സൽക്കരിച്ചു. ഈ ഒരു വാചകമുണ്ടല്ലോ, അർത്ഥം വിടാൻ പാടില്ല. ഇതിൻ്റെ ടോപ്പ് ടു ബോട്ടം, ബോട്ടം ടു അപ്പ് എന്ത് ചെയ്തു? ഭഗവാൻ എല്ലാവരെയും ഭഗവാൻ പൃഥു ചക്രവർത്തി എല്ലാവരെയും പൂജിച്ചു. അവർക്ക് വേണ്ട വസ്ത്രം, അന്നം, സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു. അതിൽ ആവശ്യക്കാരുണ്ടാവാം, ഉണ്ടാവാതെ ഇരിക്കാം, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി ഭഗവാന്റെ ഒരുമിച്ച് വന്നവരും പോവാൻ ഭാവിച്ചു. ഇനി ഇതിലിനി 2 ശ്ലോകങ്ങളേ ഉള്ളൂ, 37, 38. നോക്കുക, വേറെയാണ് 37. ഭഗവാൻ അഭിരാജർഷേ സോപാധ്യായസ്യ ചാച്യുതാ ഹൈരണ്യവ മനോ അമുഷ്യ സ്വധാമ പ്രത്യകാൽ പ്രഭു. തൻ്റെ വൈകുണ്ഠ ലോകത്തിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. സ്ഥാനഭ്രംശമില്ലാത്തവൻ അച്യുത, അച്യുത, ഓം അച്യുതായന്മ, ഓം അച്യുതായന്മ, ഓം അച്യുതായന്മ, ഇങ്ങനെ അച്യുതനെ മാത്രം നാമം ചൊല്ലിയാൽ സ്ഥാനഭ്രംശം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. കാരണം ച്യുതിരഹിതനാണ്.
ച്യുതിരഹിതനെ സ്മരിച്ചാൽ നമ്മൾക്ക് ച്യുതി ഉണ്ടാവില്ല. എല്ലാറ്റിനും ശക്തനുമായ ഭഗവാനും ഉപാധ്യായന്മാരോട് കൂടിയിരിക്കുന്ന, അതായത് അണികളോടും കൂടിയിരിക്കുന്ന ഈ രാജർഷിയുടെ മനസ്സിനെ ഹരിക്കുന്നവനോ എന്ന് തോന്നുമാറ് സ്വസ്ഥാനത്തെ പ്രാപിച്ചു. എന്ന് പറഞ്ഞാൽ പൃഥ്വിചക്രവർത്തി എന്താ ആഗ്രഹിച്ചത് അത് സാധ്യയ്ക്ക് കൊടുത്തു ഭഗവാൻ. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറയാൻ പോണത്. വൈകുണ്ഠം എന്ന സ്ഥാനത്തിൽ നിന്നും സച്ചിദാനന്ദ ലക്ഷണമായ സ്വരൂപത്തിൽ നിന്നും ഏതു കാലത്തും ചലിക്കാതിരിക്കുന്ന സർവശക്തനായ ഭഗവാനും കർമ്മങ്ങളെ നടത്തിയ ഉപാധ്യായന്മാരുടെയും രാജാവിൻ്റെയും മനസ്സിനെ സ്വലാവണ്യാതിശയത്താൽ അപഹരിച്ചുകൊണ്ട് സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ ഭഗവാൻ പ്രാപിച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി 38ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? അദൃഷ്ടായ നമസ്തുസ്ത്യ നൃപ സന്ദർശിതാത്മനെ വാസുദേവായ ദേവാനാം ദേവായ സ്വപുരം യയോ. സന്ദർശിക്കപ്പെട്ട ആത്മാവോടുകൂടിയവനും കാഴ്ചയിൽ നിന്ന് അതിക്രമിച്ചവനും ദേവന്മാർക്ക് ദേവനുമായ വാസുദേവനായിക്കൊണ്ട് നമസ്കരിച്ചിട്ട് രാജാവ് സ്വരാജധാനിയെ പ്രാപിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. കാരുണ്യം നിമിത്തം പ്രത്യക്ഷനായി വന്ന് തന്നെ അനുഗ്രഹിച്ചവനും ബ്രഹ്മാദിദേവന്മാർക്കും ദേവനും എങ്ങും നിറഞ്ഞു വിളങ്ങുന്ന സർവ ആധാരഭൂതനായ ശ്രീവാസുദേവൻ കാഴ്ചയിൽ നിന്നും മറഞ്ഞ ആ ദിക്കു നോക്കി നമസ്കരിച്ച ശേഷം രാജാവ് സ്വരാജധാനിയിലേക്ക് പോയി. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ കാമപ്രകരണേ പൃഥുചരിതേ ഭഗവത് പ്രസാദ നിരൂപണം നാമ വിംശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ഇന്ന് എത്ര 8/7/25 എന്താഴ്ചയാണെന്ന്? ട്യൂസ്ഡേ. നമുക്ക് സമയം കളയാനില്ല, അടുത്ത അധ്യായത്തിലേക്ക് പോവാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 21-ാം അധ്യായം. ഇതിൽ കുറച്ച് നീളമുള്ള ശ്ലോകങ്ങളാണ്, ഈ 2 വരി. എന്നാൽ 3 ശ്ലോകങ്ങളുടെ അർത്ഥം പറയണം, അർത്ഥമാണ് പറയേണ്ടത്. അപ്പോൾ 3 ശ്ലോകങ്ങൾ ഒന്നായിട്ട് പോകും. മൗക്തികൈ കുസുമസ്രഗ്ഭിർദൂലൈ സ്വർണതോരണേ മഹാസുരഭിർദൂപൈർ മണ്ഡിതം തത്ര തത്ര വൈ ചന്ദന അഗരുത്തോർയോർദ്രരഥ്യാ ചത്വരമാർഗവത് പുഷ്പാക്ഷതഫലൈസ്തോക്മൈർ ലാജൈർ അർച്ചിഭിർഅർച്ചിതം സവൃന്ദേ കദളീ സ്തംഭൈ പൂകബോധേ പരിഷ്കൃതം തരുപല്ലവമാലാഭി സർവത സമലങ്കൃതം. എന്താണ്? മുത്തുകൾ കൊണ്ടും പൂമാലകൾ കൊണ്ടും പട്ടുകൾ കൊണ്ടും സ്വർണതോരണങ്ങൾ കൊണ്ടും അത്യന്തം വാസനയുള്ള ധൂപങ്ങൾ കൊണ്ടും അവിടവിടെ അലങ്കരിക്കപ്പെട്ടതും ചന്ദനം, അകിൽ എന്നിവ കലക്കിയ ജലത്താൽ നനയ്ക്കപ്പെട്ട രാജമാർഗം, ചതുഷ്പദം, സാധാരണ മാർഗം എന്നിവയോടുകൂടിയതും പുഷ്പ അക്ഷത ഫലേ പുഷ്പങ്ങൾ, അക്ഷതകൾ, ഫലങ്ങൾ എന്നിവ കൊണ്ടും തോക്മൈ മൊട്ടുകൾ കൊണ്ടും മലരുകൾ കൊണ്ടും ദീപങ്ങൾ കൊണ്ടും പൂജിക്കപ്പെട്ടതും കുലകളോടുകൂടിയ വാഴകൾ കൊണ്ടും ചെറിയ കവുങ്ങുമരങ്ങൾ കൊണ്ടും പരിഷ്കരിക്കപ്പെട്ടതും വൃക്ഷങ്ങളുടെ തളിരുകൾ കൊണ്ടുണ്ടായ മാലകൾ കൊണ്ടും സർവത്ര എല്ലാ ഭാഗത്തും സമലങ്കൃതം നന്നായി അലങ്കരിക്കപ്പെട്ടിരുന്നു. ഒരു ഭാഗത്ത് ജാസ്തി, ഒരു ഭാഗത്ത് കമ്മി, അങ്ങനെയില്ല, സമമായിട്ട്. ഇനി അതിനർത്ഥം ഭാവാർത്ഥം പറയണം. മൈത്രേയർ പറഞ്ഞു,
രാജാക്കന്മാർക്കും പ്രജകൾക്കും അനുഷ്ഠിപ്പാനുള്ള ധർമ്മങ്ങളെ പൃഥുചക്രവർത്തി അനുഷ്ഠിപ്പിച്ചും, അതാണ് ഏറ്റവും വലുത്. അനുഷ്ഠിപ്പിക്കുക, അനുഷ്ഠിപ്പിച്ചും ലോകത്തിൽ ഉറപ്പിച്ചു വന്ന സംഗതിയെ 21-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. ഭഗവാൻ മറഞ്ഞ ശേഷം പൃഥു സ്വരാജ്യത്തേക്ക് വന്നുവെന്ന് പൂർവാധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതിനെ തുടർന്നുകൊണ്ട് രാജാവിൻ്റെ എഴുന്നള്ളത്തിന് പ്രജകൾ ചെയ്ത പരിശ്രമങ്ങളെയും രാജഭക്തി പ്രകാശിപ്പിക്കുവാനായി പട്ടണത്തിൽ പട്ടണത്തെ അലങ്കരിച്ചതിനെയും വിവരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ആ സ്ഥലത്തെ ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, അരമനകളൊക്കെ ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത്. പട്ടണത്തിൽ അവിടെ മുത്തുമാലകൾ, പൂമാലകൾ, പിന്നെ പട്ടുവസ്ത്രങ്ങൾ, സ്വർണത്തോരണങ്ങൾ എന്നിവ കെട്ടി അലങ്കരിച്ചിരുന്നു. ഏറ്റവും സൗരഭ്യം പുറപ്പെടുവിക്കുന്ന ചന്ദനത്തിരി മുതലായ സുഗന്ധദ്രവ്യങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പുകയുടെ വ്യാപ്തി നിമിത്തം ഏതു ഭാഗത്തും വാസന നിറഞ്ഞിരുന്നു. ചന്ദനം, അകിൽ മുതലായ സുഗന്ധദ്രവ്യങ്ങൾ അരച്ചു കലക്കിയ ജലം തളിച്ച് 4 കൂടിയ പാത, സാധാരണ ജനസഞ്ചാരമുള്ള പാത മുതലായവയിൽ ധൂളി പറക്കാതെ കുളിർമ ജനിപ്പിക്കുവാൻ തക്കവിധം നനച്ചിരുന്നു. പുഷ്പങ്ങൾ, അക്ഷതകൾ, മുളപ്പിച്ച ധാന്യങ്ങൾ, മലരുകൾ, ഭദ്രദീപങ്ങൾ എന്നിവ ഗൃഹങ്ങളുടെ മുൻഭാഗങ്ങളിൽ വെച്ച് രാജാവിൻ്റെ മംഗളത്തിനായി കൊണ്ട് ഭഗവാനെ ആരാധിച്ചിരുന്നു. കൃപാലുകളും പുഷ്പങ്ങളുമുള്ള വാഴകളും കവുങ്ങുകളും കെട്ടി വീഥികളെ അലങ്കരിപ്പിച്ചിരിക്കുന്നു. മാവിൻ തളിർ, പുഷ്പങ്ങൾ മുതലായ ചേർത്തുകോർത്തുണ്ടാക്കിയ തോരണങ്ങളെ ഉയർത്തിക്കെട്ടിയിരുന്നു. ഈ വിധം അലങ്കരിച്ച പട്ടണത്തിൽ രാജാവും അകമ്പടിക്കാരും പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി 4-ാമത്തെ ശ്ലോകം. പ്രജാസ്തം ദീപബലിഭി സംവൃതാ ശേഷമംഗളേ അഭിയോർ മൃഷ്ടകന്യാശ്ച മൃഷ്ടകുണ്ഡലമണ്ഡിതേ. ദീപങ്ങളോടും ബലികളോടും കൂടിയും സമ്പാദിക്കപ്പെട്ട സമസ്ത മംഗളപദാർത്ഥങ്ങളോടുകൂടിയും പ്രജകളും ശോഭയുള്ള കുണ്ടലങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ശോഭാവതികളായ കന്യകകളും അവനെ എതിരേറ്റ് ഗമിച്ചു. ആരേനെ? ഭഗവാനെ. ഇനി പൃഥുചക്രവർത്തി എന്നും പറയുന്നുണ്ട് ഇവിടെ. അതാ പറയണത്, രാജാവിൻ്റെ പട്ടണപ്രവേശത്തിൽ ജനങ്ങളുടെ സന്തോഷത്തെ അവരുടെ പ്രവർത്തികൾ കൊണ്ടും വേഷങ്ങൾ കൊണ്ടും വെളിപ്പെടുത്തിയതിനെ വർണ്ണിക്കുന്നു. മംഗളപദാർത്ഥങ്ങളായ കുങ്കുമം, അക്ഷത, നാളികേരം, പഴം എന്നിവയെ പാത്രങ്ങളിൽ ആക്കിയെടുത്തുകൊണ്ടും നീരാഞ്ജനം ചെയ്യുവാനുള്ള ദീപങ്ങളെയും പൂജാസാധനങ്ങളെയും വഹിച്ചുകൊണ്ടും പ്രജകളും സ്നാനാദികൾ കൊണ്ട് ശരീരശുദ്ധി വരുത്തിയും കുണ്ടലാദികളായ ആഭരണങ്ങൾ ധരിച്ചും ദിവ്യവസ്ത്രങ്ങളെ ഉടുത്തുകൊണ്ടും ശോഭിക്കുന്ന കന്യകമാരും രാജാവിനെ എതിരേറ്റ് ഗമിച്ചു എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടുകൂടി ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.